നമ്മുടെ ഷീറ്റെല്ലാം ഇട്ട് തീരാറാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു സെറ്റപ്പാണ് ഷീറ്റെല്ലാം ഇട്ട് വരുമ്പോഴത്തേനും തന്നെ ഇതുണ്ട്. ഇവിടെ ഒരു ഇച്ചിരി ബാക്കിയുണ്ട് കേട്ടോ ഷീറ്റ്, പിന്നെ ഇവിടെ ഇടാനും ഉണ്ട്. അങ്ങനെ ഇന്ന് തീർക്കണം എന്ന ഉച്ചയായി ഇപ്പം. അപ്പോൾ ഇന്ന് തീരും. അങ്ങനെ പരിപാടികളെല്ലാം അടിപൊളിയായിട്ട് ഭംഗിയായിട്ടായി. മഴയാണെങ്കിൽ പോലും നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. 1-2 ദിവസമൊക്കെ നമുക്ക് ലാഗ് വന്നെങ്കിലും നമുക്ക് എല്ലാം ഇത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഷീറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്, ഇത് അലുമിനിയത്തിൻ്റെ ഇവിടെ ചുരുകോടിയൊക്കെ മുന്നോടത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ ട്രാഫോൾഡിൻ്റെ ഷീറ്റ് ഇടാതെ അലുമിനിയത്തിൻ്റെ ഷീറ്റ് തന്നെ, പ്ലെയിൻ ഷീറ്റ് തന്നെ, കോയിൽ ഷീറ്റ് തന്നെ എപ്പോഴും ഇടുമ്പോഴത്തേനും അതൊരു കാരണവശാലും തുരുമ്പോ കാര്യങ്ങളൊന്നും പിടിക്കില്ല. നമ്മൾ പല സ്ഥലത്തും ചുരുകോടിയുടെ നമ്മൾ മാറിയിട്ടുണ്ട് കേട്ടോ. മാറിയെന്ന് പറഞ്ഞാൽ നമ്മൾ പലരും പഴയത് ചെയ്ത് വെച്ചിരുന്നത്, നമ്മൾ ചെയ്തതല്ല, ബാക്കിയുള്ളവർ ചെയ്ത് വെച്ചിരുന്ന കുറേ കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് വെള്ളം ഇലകൾ അടിഞ്ഞിട്ട് അത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. അപ്പം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ കോടിയുടെ ഈ ചുരുകോടി ഇങ്ങനെ വരുമ്പോഴത്തേന് അവിടെ അലുമിനിയത്തിൻ്റെ ഷീറ്റ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ റൂഫിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഷീറ്റാണോ ഇടേണ്ടത് ആ ഷീറ്റിൻ്റെ തന്നെ കമ്പനി ഇതുണ്ട്, JSW ആണ് നമ്മൾ ഇട്ടങ്ങനെ. JSWൻ്റെ ഷീറ്റാണ് ഇട്ടങ്ങനെ 0.35. അതിൻ്റെ തന്നെ കമത്ത് നമ്മളിടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിൻ്റെ കമത്ത് ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഏതാണെങ്കിലും ഇപ്പം 0.35 ആയിരിക്കും. നമ്മൾ കടയിൽ പ്രത്യേകിച്ച് നമ്മൾ പറയണം. ചില കടക്കാർ നമുക്ക് ഷീറ്റ് ഇടുമ്പോഴത്തേനും 0.3യുടെ കമത്ത് തരാറുണ്ട്. നമുക്ക് നേരത്തേക്ക് അങ്ങനെ പല പ്രാവശ്യം കളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴൊന്നുമില്ല. ഇപ്പം നമ്മൾ കുറച്ച് ആളായിട്ട് നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലായ പിന്നെ അത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. കമത്തെ ഷീറ്റിനൊന്നും കുഴപ്പമില്ല, കമത്തിന് പെട്ടെന്ന് തുരുമ്പ് പിടിക്കണതുകൊണ്ട് നമുക്ക് അത് ഒത്തിരി നമുക്ക് ബുദ്ധിമുട്ട് ചെയ്തിട്ടുണ്ട് പല ഭാഗത്തും. ഇപ്പം നമ്മൾ നല്ല സ്ലോപ്പിൽ കയറുന്ന ഇതാണെങ്കിൽ കുറച്ച് കളയുമ്പോഴത്തേനും കമത്തിന് തുരുമ്പ് പിടിക്കും. പിന്നെ കമത്ത് മാറാൻ വേണ്ടി മാത്രം നമ്മൾ അവിടെ കയറണം. കമത്ത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കും, പിന്നെ ഹോള് വീഴും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഷീറ്റ് എടുക്കുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സെയിം തന്നെ കമ്പനിയുടെ കമത്തെടുക്കുക. ഇനിയിപ്പം ഷീറ്റ് ഇച്ചിരി ഷീറ്റ് വേറെ ഏതെങ്കിലും വെച്ച് കുറഞ്ഞ കമ്പനിയുടെ ആണെങ്കിൽ പോലും JSW അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കമത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഗുണം ചെയ്യും കേട്ടോ. അങ്ങനെ വർക്കുകളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ തീർന്നത് നമ്മളെല്ലാം പാത്തി യൂറോ കാർഡിൻ്റെ പാത്തിയാണ് കൊടുത്തേക്കണത്. പാത്തി എല്ലാം നമ്മൾ പ്ലംബ് ചെയ്ത് എല്ലാം നമുക്ക് കുത്തിച്ചാടാത്ത രീതിക്കും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റൂഫിങ്ങിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ റൗണ്ട് പൈപ്പിനേക്കാൾ എനിക്ക് ഇച്ചിരി കൂടെ ലുക്കായിട്ട് തോന്നിയത് കണ്ടോ, ഇതേ കൂട്ട് സ്ക്വയർ ട്യൂബുകളാട്ടോ. സ്ക്വയർ ട്യൂബിൻ്റെ ഇതിപ്പോൾ നമ്മൾ 3-3ൻ്റെയാണ് കൊടുത്തേക്കണത്. പിന്നെ സ്ക്വയറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ലുക്കായിട്ട് എനിക്ക് തോന്നിയേക്കണേ. എനിക്ക് പേഴ്സണലി തോന്നിയേക്കണ ഇതാണ്. പിന്നെ പാത്തിയിൽ MCLൻ്റെയൊക്കെ കാലം കഴിഞ്ഞു, അതിക്ക് എന്നേ നമ്മൾ നിർത്തി. ഇപ്പോൾ സിലിക്കോണാണ് പാത്തിയിൽ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ സിലിക്കോൺ വേണ്ടാത്ത സൈസ് പാത്തി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് അതിൻ്റെ ഇത് അറിയണ്ട. നമ്മൾ യൂറോ കാർഡാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇട്ട് ഇവിടം വരെ ആയി കണ്ടോ. ഷീറ്റ് ഇട്ടുമ്പോൾ ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടോ, ബാക്കിലോട്ട് താഴത്തോട്ട് അതേ സെയിം സ്ലോപ്പിൽ തന്നെ നമ്മൾ അങ്ങേയറ്റം വരെ കാല് കൊടുത്ത് കണ്ടോ, അവിടെ കാല് കൊടുത്ത് അങ്ങേയറ്റം വരെ ലാസ്റ്റ് എൻഡ് വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പാത്തി കാര്യങ്ങളെല്ലാം പിടിപ്പിച്ച് കണ്ടോ. ഇനി ഇത്രയും കൂടെ ഷീറ്റ് ഇടാനുള്ളൂ, ഈ 2 ഏരിയ മാത്രം ഷീറ്റ് ഇടാനുള്ളൂ കണ്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.